സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ശയനപ്രദക്ഷിണത്തിൻ്റെയും അടിപ്രദക്ഷിണത്തിൻ്റെയും നടമുറകളെക്കുറിച്ചാണ്. ശയനപ്രദക്ഷിണത്തിനും അതുപോലെ തന്നെ അടിപ്രദക്ഷിണത്തിനുമുള്ള സമയം എപ്പോഴാണ് തുടങ്ങുന്നത് എന്ന് പറയാം. രാവിലെ 3 മണിക്ക് നിർമാല്യത്തിനായി നട തുറന്ന് കഴിഞ്ഞ് ഒരു 4 മണിയോടുകൂടി കുളിച്ച് ഈറനോടുകൂടി ഭഗവതി നടയിലൂടെ അകത്തേക്ക് കടക്കാവുന്നതാണ്. രാവിലെ മാത്രമല്ല, എപ്പോൾ വേണമെങ്കിലും ശയനപ്രദക്ഷിണവും അടിപ്രദക്ഷിണവും ചെയ്യാവുന്നതാണ്. ശയനപ്രദക്ഷിണത്തിന് വേണ്ടി പ്രത്യേകിച്ച് ചീട്ടാക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. ശയനപ്രദക്ഷിണത്തിന് മുൻപ് വ്രതം എടുക്കുന്നത് നല്ലതാണ്. എത്ര ദിവസം വ്രതം എടുക്കണം എന്നുള്ളത് ഭക്തൻ്റെ ഇഷ്ടമാണ്. ക്ഷേത്രകുളത്തിൽ മുങ്ങിക്കുളിച്ച് ഈറനായി ഭഗവതി നടയിലൂടെ ശയനപ്രദക്ഷിണത്തിനായി അല്ലെങ്കിൽ അടിപ്രദക്ഷിണത്തിനായി ഉള്ളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. സ്ത്രീകൾ ശയനപ്രദക്ഷിണം ചെയ്യാൻ പാടുള്ളതല്ല. അവർക്ക് അടിപ്രദക്ഷിണമാണ് ചെയ്യാവുന്നതാണ്. പുരുഷന്മാർക്ക് ശയനപ്രദക്ഷിണമെങ്കിൽ സ്ത്രീകൾക്ക് അടിപ്രദക്ഷിണമാണ്. രാവിലെ മുതൽ വൈകിട്ട് വരെയൊക്കെ അടിപ്രദക്ഷിണം ചെയ്യുന്നവരും ഉണ്ട്. 21, 25 എന്നിങ്ങനെ ഏത് കണക്കുകളിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, കാലോട് കാല് മുട്ടിച്ച് കൈകൾ കൂപ്പിപ്പിടിച്ച് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് ചെയ്യേണ്ടത്. അതായത് ഒരടി വെച്ചിട്ട് അടുത്തയടി നമ്മുടെ പാദത്തെ തൊട്ടുകൊണ്ടാണ് വെക്കേണ്ടത്. നമുക്ക് അറിയാവുന്ന എന്ത് നാമം വേണമെങ്കിലും ഉരുവിടാവുന്നതാണ്. ഇനി ഒരു നാമവും അറിയില്ല എങ്കിൽ നാരായണ നാമം ജപിച്ചാലും മതി. പൂജകൾക്കായി ശ്രീകോവിൽ അടച്ചിരിക്കുന്ന സമയത്ത് അടിപ്രദക്ഷിണമോ ശയനപ്രദക്ഷിണമോ ചെയ്യാൻ പാടുള്ളതല്ല. ഒരു പ്രദക്ഷിണം ആരംഭിക്കുന്നത് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ആരംഭിച്ച് തിരിച്ച് കൊടിമരത്തിൻ്റെ ചുവട്ടിൽ എത്തുമ്പോഴാണ് ഒരു പ്രദക്ഷിണം പൂർത്തിയാവുന്നത്. നമുക്ക് ഇഷ്ടമുള്ളിടത്തോളം നമ്പറുകളിൽ പ്രദക്ഷിണം വയ്ക്കാവുന്നതാണ്. ഇനി ചുറ്റമ്പലത്തിൽ മാത്രമേ അടിപ്രദക്ഷിണം അല്ലെങ്കിൽ ശയനപ്രദക്ഷിണം നടത്താവൂ എന്നില്ല. ഇനി ക്ഷേത്രത്തിന് പുറത്തും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കിഴക്കേ നടയിലുള്ള ഭണ്ഡാരകൃഷ്ണൻ്റെ അവിടെ നിന്ന് ആരംഭിച്ച് വീണ്ടും അവിടെ തന്നെ എത്തുമ്പോൾ ഒരു അടിപ്രദക്ഷിണം പൂർത്തിയാവുന്നതാണ്. ഇനി നിങ്ങൾ അടിപ്രദക്ഷിണമോ ശയനപ്രദക്ഷിണമോ ചെയ്യാമെന്ന് നേർന്നു കഴിഞ്ഞാൽ അത് ചെയ്യാതിരിക്കരുത്. അത് നമ്മളുടെ മക്കൾക്ക് ദോഷം ചെയ്യുമെന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ ഫലപ്രാപ്തി എന്താണെന്ന് നോക്കിയാൽ ഉദ്ദിഷ്ട കാര്യസിദ്ധി. നമ്മൾ എന്തു കാര്യത്തിനു വേണ്ടിയും നേരാവുന്നതാണ് ഈ വഴിപാട്. ഏതു കാര്യമായാലും ഭഗവാൻ സാധിച്ചു തരും. നിങ്ങളുടെ മനസ്സും ശരീരവും ശുദ്ധമാക്കി നല്ല മനസ്സോടുകൂടി വന്ന് ഈ വഴിപാട് നടത്താം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഭഗവാൻ നടത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.